ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. PSC പരീക്ഷാ ക്രമക്കേടിൽ പരാതിക്കാരെയും മാധ്യമങ്ങളെയും വിമർശിച്ച് PSC. പരാതികളിൽ പലതും അടിസ്ഥാനരഹിതമെന്നാണ് PSCയുടെ വാദം. PSCയുടെ യശസ് കളങ്കപ്പെടുത്താൻ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും ആരോപണം. ആ റോഷിവാൽ ചേരുന്നു. റോഷിവാൽ, ഇപ്പൊ കുറ്റമെല്ലാം മറ്റുള്ളവർക്കായോ? റോഷി, ഇത് ആവർത്തിച്ച് PSC നൽകുന്ന വിശദീകരണമാണ്. ഇപ്പോൾ 100-ലേറെ പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ആ പരാതികളിൽ മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് PSC വലിയ വിശദീകരണവുമായി രംഗത്ത് വരുന്നത്. ഓരോ പരീക്ഷയുമായി ഉയർന്ന ആരോപണങ്ങൾ, പരാതികൾ, അതൊക്കെ തള്ളിക്കൊണ്ട് ഈ പരാതികളുമായി ബന്ധപ്പെട്ട വന്ന വാർത്തകൾ തള്ളി മാധ്യമങ്ങളെയും പരാതിക്കാരെയും കുറ്റപ്പെടുത്തിയാണ് PSCയുടെ വിശദീകരണം. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ നടത്തുന്ന ഒരു ഏജൻസിയാണ്, ഏറ്റവും വിശ്വാസമുള്ള ഏജൻസിയാണെന്ന വാദം കൂടി PSC ഉയർത്തുന്നു. അന്വേഷണവുമായി കൃത്യമായി സഹകരിക്കുന്നുണ്ട്. എല്ലാം കമ്പ്യൂട്ടറുകളടക്കം പരിശോധിക്കാൻ അനുമതി നൽകിയെന്ന വാദമുണ്ട്. അതേസമയം കമ്പ്യൂട്ടറുകൾ പരിശോധിക്കാൻ വിട്ടു നൽകില്ല എന്ന നിലപാട് PSC സ്വീകരിച്ചതുകൊണ്ട് അതിൽ നിയമപരിശോധന നടത്തുകയാണ് PSCയുടെ കമ്പ്യൂട്ടർ പിടിച്ചെടുക്കാൻ SIT സംഘം. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു വിശദീകരണമാണ് ഇപ്പോൾ PSC നൽകിയിരിക്കുന്നത്. ഓരോ പരീക്ഷയിൽ എന്തുകൊണ്ട് ആ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നടക്കമാണ് വിശദീകരിക്കുന്നത്. അതേസമയം ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പൂർണ്ണമായും ലഭിച്ചിട്ടില്ല PSCക്ക്. അതുമായി ബന്ധപ്പെട്ട ഒരു നടപടികളും, വീഴ്ച സംഭവിച്ചെടുത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയും വന്നിട്ടില്ല. അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ്. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് അന്വേഷണത്തെ തള്ളി, പരാതികളെ തള്ളി ഇപ്പോൾ PSC രംഗത്ത് വരുന്നത്. കാരണം ഇപ്പോഴും പരാതി നൽകിയ ഉദ്യോഗാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അന്വേഷണത്തെയും പരാതിയും തള്ളുകയാണ് ഇപ്പോൾ വീണ്ടും PSC എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു വീഴ്ചയും PSCക്ക് സംഭവിച്ചില്ല എന്ന വാദമാണ് ഉയർത്തുന്നത്. സുതാര്യമായിട്ടാണ് PSC എല്ലാ പരീക്ഷകളും നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചാൽ അത് തിരുത്തുമെന്നും PSC പറയുന്നുണ്ട്. അതേസമയം മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ ചെയ്യുന്നതിനെ വീണ്ടും കുറ്റപ്പെടുത്തിയത് രണ്ടാം തവണയാണ് PSC വാർത്താക്കുറിപ്പിലൂടെ മാധ്യമങ്ങൾക്കെതിരെ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിലപാട് സ്വീകരിക്കുന്നത്. കാരണം PSC പരീക്ഷയിലെ ക്രമക്കേടുകൾ പുറത്തെത്തിച്ചത് മാധ്യമങ്ങളാണ്. റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് ഇത്രയേറെ പരീക്ഷയിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്നത്. ഇതുവരെ 100-ലേറെ പരാതികൾ ഇപ്പോൾ SITക്ക് ലഭിച്ചു. അതിൽ ഒരു പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അത് ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ്. പരീക്ഷ കഴിഞ്ഞു, അതിന്റെ ഉത്തരക്കടലാസ് പരിശോധിക്കുമ്പോൾ 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പരിശോധിക്കാതെ ഒഴിവാക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അർഹരല്ലാത്ത ഒരാൾ 1ാം റാങ്കിലേക്ക് എത്തുന്നു എന്നാണ് പ്രധാനപ്പെട്ട പരാതി ഉയർന്നത്. അത് സ്ഥിരീകരിച്ചു. അത് വലിയ അട്ടിമറി അതിൽ നടന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വിശദീകരണ കുറിപ്പ് ഇപ്പോൾ PSC പുറത്തിറക്കുന്നത്. റോഷിവാൽ, എന്തെല്ലാം വലിയ വിവാദങ്ങൾ ഉണ്ടായതാണ്. അതിലിപ്പോൾ വലിയ അന്വേഷണം പോലും പുരോഗമിക്കുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് എന്തെല്ലാം ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളത് പൊതുമധ്യത്തിൽ തന്നെയുള്ള കാര്യമാണല്ലോ. എന്നിട്ട് ഇത് പരിശോധിക്കാൻ വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ചോദിക്കുമ്പോൾ പോലും PSCയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മറുപടി എന്താണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എന്നിട്ട് പറയുകയാണ് പല പരാതികളും അടിസ്ഥാനരഹിതമാണ്. അങ്ങനെയെങ്കിൽ ഏത് പരാതിയാണ് അടിസ്ഥാനരഹിതം? എവിടെയാണ് തെറ്റായി മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്നൊക്കെ ഒന്ന് PSC പറയേണ്ടതല്ലേ? അത്തരം ഒരു വിശദീകരണം ഇല്ല താനും, അല്ലേ? റോഷി, അങ്ങനെ ഒരു വിശദീകരണമൊന്നുമില്ല. ഇപ്പോൾ പറയുന്നത് പല പരാതികളും, അത് കോടതിയിൽ തീർപ്പാക്കിയ പരാതികൾ ബോധപൂർവം PSCയുടെ യശസ് കളങ്കപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചിലർ. അങ്ങനെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരം പരാതികൾ ഉയരുന്നത് എന്ന വാദമാണ്. അതുകൊണ്ടാണ് അവിടെ ഈ പരാതി നൽകിയ ഉദ്യോഗാർത്ഥികൾ അവരുടെ പരാതികൾ തള്ളുകയാണ്. ഈ 100-ലേറെ പരാതികൾ വന്നപ്പോൾ ആ പരാതിയുടെ നിജസ്ഥിതി ഒരു ഭാഗത്ത് SIT പരിശോധിക്കുന്നുണ്ട്. ആ അന്വേഷണം പുരോഗമിക്കുമ്പോൾ, അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ PSC ആ പരാതികൾ വാസ്തവ വിരുദ്ധമാണെന്ന ആക്ഷേപം ഉയർത്തുകയാണ്. അത് വിശദീകരണമാണ്. ഔദ്യോഗികമായി PSC വാർത്താക്കുറിപ്പിലൂടെ ഇങ്ങനെ വിശദീകരണമായി രംഗത്ത് വരുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഈ അന്വേഷണവുമായി തുടർ ദിവസങ്ങളിൽ PSC സഹകരിക്കുക എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അങ്ങനെ വലിയ പ്രതീക്ഷയോടാണ് SIT സംഘത്തിന് മുന്നിൽ PSC ഉദ്യോഗാർത്ഥികൾ പരാതിയുമായി എത്തുന്നത്. കാരണം ആദ്യം 1-2 പരാതികളാണെങ്കിൽ പിന്നീട് ആഴ്ചകൾ കൊണ്ടത് 100 കടക്കുകയാണ് പരാതികൾ. ചില പരാതികൾ അത് അഭിമുഖം അട്ടിമറിച്ചതാണ്, ചിലത് പരീക്ഷ അട്ടിമറിച്ചതാണ്. ചില പരാതികൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സിലബസ് അവസാന ഘട്ടത്തിൽ മാറ്റിയതാണ്. അങ്ങനെ ഓരോ തരത്തിൽ PSCയിൽ പരീക്ഷകൾ, അഭിമുഖങ്ങൾ ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് അനർഹരെ അവർക്ക് നിയമനം നൽകാനുള്ള അവസരം ഉണ്ടാക്കുന്നു എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആക്ഷേപം.